നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് വലിയ ചുടുകാട് രക്തസാക്ഷി സ്മാരകത്തിലെ സ്വന്തം പേരിലുള്ള ഭൂമിയിൽ. പ്രിയപ്പെട്ട സഖാവ് VSന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. വികസനത്തിന്റെ വസന്തം സമ്മാനിച്ച VSന്റെ ഭരണകാലം ഓർത്തെടുക്കുന്നു ചാലക്കുടിയുടെ മുൻ MLA ബി.ഡി. ദേവസി. നാഷണൽ യൂത്ത് പ്രൊജക്ട് ഭാരത് കി സംധാൻ ദേശീയോദ്ഗ്രഥന ദക്ഷിണേന്ത്യൻ മാസ്റ്റർ ട്രെയിനേഴ്സ് പരിശീലന ക്യാമ്പ് ചാലക്കുടി റെസ്റ്റ് ഹൌസിൽ തുടക്കമായി. വെട്ടുകടവ് പാലവും അനുബന്ധ റോഡിന്റെയും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 2 ദിവസത്തേക്ക് ഗതാഗതം നിരോധിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമരനായകനും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് വലിയ ചുടുകാട് രക്തസാക്ഷി സ്മാരകത്തിലെ സ്വന്തം പേരിലുള്ള ഭൂമിയിൽ. 1957 VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് 22 സെന്റ് ഭൂമി. നിരവധി വിപ്ലവകാരികൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിന്റെ സമരോജ്വല ഭൂമിയിലാകും പുന്നപ്രയുടെ സമരപുത്രൻ ഇനി അന്ത്യവിശ്രമം കൊള്ളുക. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കും സഖാക്കളുടെ സഖാവായ P. കൃഷ്ണപിള്ള ഉൾപ്പെടെ നേതാക്കൾക്കുമൊപ്പം കേരളത്തിന്റെ കണ്ണും കരളുമായ VSനും അന്ത്യവിശ്രമം. ചുടുകാട്ടിലെ നേതാക്കളെ സംസ്കരിക്കുന്ന പതിവ് സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് VSന്റെ അന്ത്യവിശ്രമം സജ്ജമാക്കിയിട്ടുള്ളത്. പതിവ് സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാലാണ് ഇത്. VSലെ പോരാളിയെയും നേതാവിനെയും കണ്ടെത്തിയ P. കൃഷ്ണപിള്ള, പോരാട്ടങ്ങൾക്ക് തോളോട് തോൾ ചേർന്ന് നിന്ന PK ചന്ദ്രാനന്ദൻ, KR ഗൗരിയമ്മ, PK കുഞ്ഞച്ചൻ, N. ശ്രീധരൻ, PK വിജയൻ, സൈമൺ ആശൻ, R. സുഗതൻ, TV തോമസ്, PT പുന്നൂസ്, ജോർജ് ചടൈമുറി, CK ചന്ദ്രപ്പൻ തുടങ്ങിയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഊടും പാവും പകർന്ന സമുന്നതരായ നേതാക്കൾക്കൊപ്പം VSും ഇനി വലിയ ചുടുകാട്ടിലെ അണയാത്ത സമരജ്വാലയാകും. VSന്റെ പോരാട്ട ജീവിതവുമായി ലയിച്ചു ചേർന്നതാണ് വലിയ ചുടുകാട്. പുന്നപ്രയിൽ തിരുവിതാംകൂർ ദിവാൻ CPയുടെ പട്ടാളത്തെ വാരിക്കൊന്തവുമായി നേരിട്ട് പിടഞ്ഞു വീണവരുടെ കഥ VS പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. യന്ത്രത്തോക്കുകളെ വാരിക്കൊന്തവുമായി നേരിട്ട് പിടഞ്ഞു വീണ നൂറുകണക്കിന് ആളുകളെ മണ്ണെണ്ണ ഒഴിച്ച് കൂട്ടിയിട്ട് കത്തിച്ച ഇടമാണ് ചുടുകാട്. പുന്നപ്ര വയലാർ സമരം VSന് ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിരുന്നുവെങ്കിൽ വലിയ ചുടുകാട് പോരാട്ട ചരിത്രത്തിലെ ഒരിക്കലും മായാത്ത ചോരപ്പാടാണ്. ചുടുകാടിന് പുറത്ത് വിപ്ലവ സൂര്യന് ലാൻസലാം എന്ന ബോർഡുകൾ നിറഞ്ഞിരിക്കുന്നു. വികസനത്തിന്റെ വസന്തം സമ്മാനിച്ച VSന്റെ ഭരണകാലം ഓർത്തെടുക്കുകയാണ് ചാലക്കുടിയിലെ മുൻ MLA ബി.ഡി. ദേവസി. പ്രിയപ്പെട്ട സഖാവ് VSന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഉജ്ജ്വല സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 2006 മുതലാണ് VSുമായി എനിക്ക് അടുത്ത് പരിചയപ്പെടാനും ഇടപഴകാനും കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ വളരെ നല്ല അനുഭവങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. 2006, 2011, 2016 3 തെരഞ്ഞെടുപ്പുകളിലും LDFന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ച കാര്യം ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. ആദ്യം MLA ആയി ഭരണപക്ഷത്ത് VS മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലത്ത് നിരവധി വികസനങ്ങളാണ് ചാലക്കുടിക്ക് ലഭ്യമായിട്ടുള്ളത്. ചാലക്കുടിയിലെ വികസനത്തിൻ്റെ ഒരു വസന്തകാലമാണ് അന്ന് VSന്റെ ഭരണകാലത്ത് ചാലക്കുടിയിൽ സൃഷ്ടിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരംഭിച്ച IT പാർക്കാണ്. മധുര കോട്ട്സിൻ്റെ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം അത് 30 ഏക്കർ ഏറ്റെടുത്തത് VS ഭരണത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്.
കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികളാണ് 2011-2016 കാലഘട്ടത്തിൽ ചാലക്കുടി മണ്ഡലത്തിന് ലഭിച്ചതെന്ന് BD ദേവസി പറഞ്ഞു. കൊരട്ടി വൈഗൈ ത്രെഡ്സ് കമ്പനിയുടെ ഉപയോഗശൂന്യമായി കിടന്ന 30 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ഇൻഫോ പാർക്ക് സ്ഥാപിച്ചതായിരുന്നു ഇതിൽ മുഖ്യം. 30 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെ 2000 പേർ നേരിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പ്രശസ്ത രീതിയിൽ കൊരട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കിൻഫ്ര വ്യവസായ പാർക്കിലും 100 കണക്കിന് യുവാക്കൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതും VS അച്യുതാനന്ദന്റെ ഭരണകാലത്ത് ചാലക്കുടി മണ്ഡലത്തിൽ ലഭിച്ച നേട്ടമാണ്. BD ദേവസി പറഞ്ഞു. പുരോഗതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരവധി പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളതാണ്. VS കേരളത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചാലക്കുടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യമെടുക്കുകയും അത് നടപ്പാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ച കാര്യം ഓർക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിയമസഭയ്ക്കകത്ത് നടത്തിയ പ്രസംഗങ്ങൾ, പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ രോഷം, പ്രതിഷേധം എല്ലാം നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിയമസഭയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതാണ് എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു കാര്യം. അതുപോലെ പാവപ്പെട്ടവരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ആദ്യം കയർ തൊഴിലാളികളെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെയുമാണ് സംഘടിപ്പിച്ചത്. ഇന്ന് ആയിരങ്ങൾ ആശ്രയിക്കുന്ന വെട്ടുകടവ് പാലം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കൽ, മലക്കപ്പാറ റോഡിന്റെ വികസനത്തിന് 30 കോടി രൂപ നൽകൽ, ടൂറിസം പദ്ധതികളുടെ സമഗ്രമായ വികസനം എന്നിവയും നടന്നു. അതിരപ്പള്ളി പഞ്ചായത്തിലെ പല ആദിവാസി ഉന്നതികളിലും വൈദ്യുതി എത്തിച്ചത് അക്കാലത്താണ്. VS പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും തന്റെ കാർക്കശ്യം നിയമസഭയിൽ പ്രകടമാക്കുമ്പോൾ നീതിയുടെ നന്മയാണ് കണ്ടത്. ചാലക്കുടിയുടെ മുൻ MLA വ്യക്തമാക്കി. അവരെ ഒരു വർഗം എന്നുള്ള നിലയ്ക്ക് സംഘടിപ്പിച്ച് അവകാശബോധമുള്ളവരും അഭിമാനബോധമുള്ളവരായി വളർത്തിയെടുത്തത് സഖാവ് നേതൃത്വം കൊടുത്ത കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിലെ കർഷക തൊഴിലാളികൾ അനുഭവിക്കുന്ന നേട്ടങ്ങൾ ഏറെയാണ്. കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ കൂലിക്ക് വേണ്ടി, ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സഖാവ് നിരവധി പോരാട്ടങ്ങൾ, മിച്ചഭൂമി സമരം ഉൾപ്പെടെയുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. കിഴക്കൻ മലയോര മേഖലയിലെ ആദ്യത്തെ ചികിത്സാ കേന്ദ്രമായി കഴിഞ്ഞ 48 വർഷമായി കുറ്റിച്ചിറയിൽ പ്രവർത്തിച്ചു വരുന്ന കട്ടക്കയം നഴ്സിംഗ് ഹോമിന്റെ ഉടമയും ഡോക്ടറുമായ ജോയ് കട്ടക്കയം കിടപ്പ് രോഗികളെ വീടുകളിലെത്തി ആശ്വസിപ്പിക്കുന്നു. കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് 1 വർഷമായി ഡോക്ടറുടെ ഈ കാരുണ്യ പ്രവൃത്തി. രോഗികൾക്ക് ആവശ്യമായ മരുന്നും ഡോക്ടർ ഇതോടൊപ്പം കുറിച്ചു നൽകും. രോഗികൾക്ക് ആശ്വാസകരമായ ഈ പദ്ധതി തികച്ചും സൗജന്യമാണ്. കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. മരുന്ന് വാങ്ങുവാൻ പോലും പണമില്ലാത്തവരെ ഗ്രൂപ്പ് സഹായിച്ചു വരുന്നുണ്ട്. ഗ്രൂപ്പിന്റെ രക്ഷാധികാരി കൂടിയായ ഡോക്ടറോടൊപ്പം പ്രസിഡന്റ് KM ജോസ്, ഓമന ജോസ്, ബെന്നി നമ്പേലിൽ, TT ബേബി, റാണി ജോഷി എന്നിവരും രോഗികളുടെ വീടുകളിൽ എത്താറുണ്ട്. നാഷണൽ യൂത്ത് പ്രൊജക്ട് ഭാരത് കി സന്തൻ ദേശീയോദ്ഗ്രഥന ദക്ഷിണേന്ത്യൻ മാസ്റ്റർ ട്രെയിനേഴ്സ് പരിശീലന ക്യാമ്പ് ചാലക്കുടി റെസ്റ്റ് ഹൌസിൽ തുടക്കമായി. സൗത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ നിന്ന് 35 പേർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു. ചടങ്ങ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു ആലപ്പൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റെൻസിംഗ് പാർമാർ മുഖ്യ അതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരിമഠത്തിൽ, VO പൈലപ്പൻ, ലീന ഡേവിസ്, ജില്ലാ ചെയർമാൻ സജിർ ബാബു, ഷമീർ പാവ, മനോജ് കുമാർ കോഴിക്കോട്, ദിലീപ് ദിവാകരൻ, സച്ചിൻ രാജ്, KK അനിൽ ലാൽ, ജിതിൻ കാട്ടാളൻ, മുഹമ്മദ് ആഷിഖ് എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ യൂത്ത് പ്രൊജക്ടിന്റെ ഒരു ക്യാമ്പ്, അതിന് ചാലക്കുടിയെ തിരഞ്ഞെടുത്ത് ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ രാജ്യം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ
വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട അങ്ങനെ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ വൈവിധ്യങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന ആ സ്വത്വം അത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ലോകത്ത് ഒരു മാതൃകയായിട്ട് തന്നെ വിവിധ മതവിഭാഗവും ഗോത്രവിഭാഗവും ഒക്കെ ഉൾച്ചേർന്നുകൊണ്ട് ഇന്ത്യ എന്ന വലിയ സ്വത്വം മുന്നോട്ട് പോവുകയാണ്. മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. തീർച്ചയായും ആ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തി ആ വൈജാത്യങ്ങളിൽ നിന്നൊക്കെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു രീതിയിൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യം രൂപപ്പെടുത്തി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ലോകം മുഴുവൻ ആദരിക്കുന്ന ആ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നാഷണൽ യൂത്ത് പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ആശയങ്ങൾക്ക് ഇന്ന് ഒരുപാട് പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചരിത്രത്തെയും ഒക്കെ നമസ്കരിക്കാനായിട്ട് ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. വെട്ടുകടവ് പാലവും അനുബന്ധ റോഡിന്റെയും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 2 ദിവസത്തേക്ക് ഗതാഗതം നിരോധിച്ചു. 2 ദിവസങ്ങളായി പാലത്തിന്റെ ഇന്റർലോക്കിംഗ് പണികളാണ് നടക്കുന്നത്. രാവിലെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് അറിയിപ്പ് നൽകാതെയാണ് പണികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പൊതുപ്രവർത്തകർ, യാത്രക്കാർ, പോലീസ് എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ കോൺട്രാക്ടർ യാത്രാ സൗകര്യം ഒരുക്കാമെന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് ഒരു ഭാഗത്തുകൂടെ വാഹനം കടന്നു പോകാവുന്ന രീതിയിൽ സൗകര്യമൊരുക്കി. വെട്ടുകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിനുണ്ടായി തകരാർ പരിഹരിക്കുന്നതിന് 1 മാസം മുൻപ് ടാർ പൊളിച്ചു ഇരുന്ന ഭാഗം നികത്തിയിരുന്നു. ഇതിനോട് അനുബന്ധിച്ച പണികളാണ് നടക്കുന്നത്. പകുതി ഭാഗം ടൈൽ വിരിച്ച് കോൺക്രീറ്റ് ഉറപ്പിച്ചതിനു ശേഷം അടുത്ത പകുതി ഭാഗം പൊളിച്ച് പണികൾ ചെയ്യാനാണ് നിലവിലെ തീരുമാനമെന്ന് മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ പറഞ്ഞു. മുൻകാലങ്ങളിൽ പാലം പണിതപ്പോട്ടുള്ള വെള്ളത്തിന്റെ പ്രശ്നമാണ്. വെള്ളം ഒലിച്ച് വന്നിവിടെ കൂടുതൽ പൊള്ളലൊക്കെ ആയിട്ട് കുറച്ച് നാൾ മുമ്പ് ഇത് പൊളിച്ച് കല്ലൊക്കെ ഇട്ട് ലെവലായി. പിന്നെ ഇത് വെള്ളം ഇരുന്നു. ഇപ്പോൾ രണ്ടാമത് ടൈൽസ് ഇടാൻ പോകണം. മുന്നറിയിപ്പില്ലാന്നാണ് ജനങ്ങളുടെ എതിർപ്പ്. ഇവിടെ റോഡ് ബ്ലോക്കായി ചെയ്തിപ്പോൾ പോലീസും മറ്റുള്ള ജനപ്രതിനിധികളും എല്ലാവരും വന്ന് ഇപ്പോൾ ഇത് ഇവിടെ ഒരു വഴിക്ക് ഒരു സൈഡ് വിടാന്നുള്ള രീതിയിലായി. 2 സൈഡ് ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരുന്നു. ഒരു സൈഡിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്നും നാളെ ആയിട്ട് തീർക്കുന്നവർ പറഞ്ഞാൽ ഇന്ന് പകുതി തീർത്ത് ബാക്കി നാളെ അടുത്ത ദിവസം ഏതെങ്കിലും ദിവസം തീർക്കാമെന്നുള്ള രീതിയിലും പറയുന്നു. ഇപ്പോൾ ജനങ്ങളുടെ രൂക്ഷമായ പ്രശ്നങ്ങൾ കാരണം മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ഇവിടെ വെട്ടുകടവ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിനുണ്ടായ കംപ്ലൈൻറ്റ് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1 മാസം മുന്നാണ് ഇവിടെ പൊളിച്ച് നിലവിലെ താറിന് പൊളിച്ച് ഇരുന്ന ഭാഗം ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് GSP ഇട്ടിട്ടാണ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ GSP ഇട്ട് ഫില്ല് ചെയ്തപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾക്ക് പോകുന്നതിന് ടൂ വീലർ അടക്കമുള്ള ആളുകൾക്ക് അപകട സാധ്യത കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നിരവധി പരാതികൾ അതിൻ്റെ ഭാഗം വന്നതിൻ്റെ ഭാഗമായിട്ട് അത് എത്രയും പെട്ടെന്ന് ടൈല് വിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മിഞ്ഞാന്ന് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ബന്ധപ്പെട്ട പോലീസിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പത്രങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ മേലൂർ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം VSന്റെ മരണം അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ വർക്ക് ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പൊതു അവധി ആയതുകൊണ്ട് അവർ മാറ്റിവെച്ചു. ഇന്ന് വർക്ക് തുടങ്ങും എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം അടച്ച് വെച്ചേക്കാണ്, വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നെ ഓവർസിയർ വിളിച്ച് പറഞ്ഞു ഒരു വരി ഗതാഗതം സാധ്യമാക്കാവുന്ന തരത്തിൽ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നു ഒരു വരി ഗതാഗതം തുറന്നു കൊടുക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പകുതി ഭാഗം ടൈല് വിരിച്ച് അത് ലോക്ക് ചെയ്തതിന് ശേഷം അത് കോൺക്രീറ്റ് ഉറച്ചതിന് ശേഷം അടുത്ത പകുതി ഭാഗം പൊളിച്ച് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ബന്ധപ്പെട്ട പോലീസും അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരും കൂടെ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ജഗ്ദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിരവധി പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ബീഹാറുമായി ബന്ധപ്പെട്ട ചില നേതാക്കളുടെ പേരുകൾ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിന്റെ മുൻ ഗവർണറും നിലവിൽ ബീഹാർ ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരും പരിഗണിക്കുന്നതായി പറയുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. 2009 മുതൽ 2014 വരെ കേരള ഗവർണറായിരുന്നു. 2024 ഡിസംബർ 24 ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി നിയമിതനാകുന്നത്. കേന്ദ്ര സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ BJPയുടെ മുസ്ലിം മുഖം കൂടിയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. JDU നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് കരസ്ഥമാക്കാനാകും. ഇപ്പോഴും സീറ്റിന്റെ കാര്യത്തിൽ BJPയാണ് മുന്നിലെങ്കിലും സീനിയർ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നൽകുകയായിരുന്നു. JDU നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംനാഥ് താക്കൂറിന്റെ പേരും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഭാരതരത്ന ജേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ കർപ്പൂരി താക്കൂറിന്റെ മകനാണ് രാംനാഥ് താക്കൂർ. JDU നേതാവും നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷനുമായ ഹരിവംശ് നാരായൺ സിംഗിന്റെ പേരും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ മുക്താർ അബ്ബാസ് നഖ്വി, മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യ, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയവരുടെ പേരുകളും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അപ്രതീക്ഷിതമായി തിങ്കളാഴ്ച രാത്രി രാജി സമർപ്പിച്ചത്. എന്നാൽ ധൻകറിന്റെ രാജിക്ക് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തവും അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഞായറാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതിശക്തമായ മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മികച്ച കർഷകർ, മികച്ച പാടശേഖര സമിതി, വിവിധ മേഖലകളിലെ വ്യക്തികൾ, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള അവാർഡ്, കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ അവാർഡ്, കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവൻ, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ, പത്രപ്രവർത്തകർ, കൃഷി ശാസ്ത്രജ്ഞർ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് 2025 അവാർഡുകൾ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. പുതിയ 6 അവാർഡുകൾ ഉൾപ്പെടെ 46 ഇനങ്ങളിലേക്കാണ് അവാർഡ് ക്ഷണിച്ചിട്ടുള്ളത്. കൃഷിയിടത്തിന്റെ ഫോട്ടോകൾ, കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ച ഡിജിറ്റൽ ഡാറ്റ, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ഉൾപ്പെടെ അപേക്ഷ ജൂലൈ 23 അടുത്ത കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. LPSലെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA, DCFA, PGDCA, PDCA എന്നീ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് യഥാക്രമം SSLC+2, ഡിഗ്രി, പോളി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും പരീക്ഷ എഴുതിയിരുന്നവർക്കും അപേക്ഷിക്കാം. നിശ്ചിത യോഗ്യതയുള്ളവർ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 048722507551. പൂതംകുറ്റി മോളശ്ശേരി വർഗീസിന്റെ മകൻ വർഗീൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11 പൂതംകുറ്റി സെന്റ് മേരീസ് യാക്കോബസ് സുറിയാനി പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് വലിയ ചുടുകാട് രക്തസാക്ഷി സ്മാരകത്തിലെ സ്വന്തം പേരിലുള്ള ഭൂമിയും. പ്രിയപ്പെട്ട സഖാവ് VSന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. വികസനത്തിന്റെ വസന്തം സമ്മാനിച്ച VSന്റെ ഭരണകാലം ഓർത്തെടുക്കുന്നു ചാലക്കുടിയുടെ മുൻ MLA ബീഡി ദേവസി. നാഷണൽ യൂത്ത് പ്രൊജക്ട് ഭാരത് കി സംധാൻ ദേശീയോദ്ഗ്രഥന ദക്ഷിണേന്ത്യൻ മാസ്റ്റർ ട്രെയിനേഴ്സ് പരിശീലന ക്യാമ്പ് ചാലക്കുടി റെസ്റ്റ് ഹൌസിൽ തുടക്കമായി.
വിട്ടുകടവ് പാലവും അനുബന്ധ റോഡിന്റെയും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 2 ദിവസത്തേക്ക് ഗതാഗതം നിരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.